അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 21 വെള്ളിയാഴ്ച. സംസ്ഥാനത്തിന്റെ വ്യവസായ നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമിടുന്ന ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിന് കൊച്ചിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ നിക്ഷേപക സംഗമം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രമന്ത്രിമാരായ പീയൂഷ് ഗോയൽ, സഹമന്ത്രി ജയന്ത് ചൌധരി, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, വിദേശ രാജ്യങ്ങളിലെ ഭരണാധികാരികളും വ്യവസായ പ്രമുഖരുമടക്കം ചടങ്ങിനെത്തി. കേരളത്തിലെത്തുന്ന നിക്ഷേപകർക്ക് ചുവപ്പുനാട കുരുക്കിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടതില്ലെന്നും വ്യവസായങ്ങൾക്കായി അടിസ്ഥാന സൌകര്യ വികസനത്തിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടി കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമ വേദിയിൽ കേരളത്തിന് പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ച് ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി. ആകെ 3 ലക്ഷം കോടിയുടെ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി അറിയിച്ചു. കേരളത്തിലെ റോഡ് വികസനത്തിന് 50,000 കോടിയും പാലക്കാട് മലപ്പുറം പാതയ്ക്ക് 10,000 കോടിയും അങ്കമാലി ബൈപ്പാസിന് 6,000 കോടിയും അനുവദിച്ചു. കേരളത്തിൽ വരും വർഷങ്ങളിൽ 30,000 കോടിയുടെ നിക്ഷേപം വാഗ്ദാനം ചെയ്ത് അദാനി ഗ്രൂപ്പ്. ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക സംഗമത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. വിഴിഞ്ഞം തുറമുഖത്തോട് അനുബന്ധിച്ച് വിഴിഞ്ഞത്ത് 20,000 കോടിയുടെ അധിക നിക്ഷേപം കൂടി കരൺ അദാനിയാണ് വാഗ്ദാനം ചെയ്തത്. ഇതിനു പുറമെ കൊച്ചിയിൽ 5,000 കോടിയുടെ ഇ-കൊമേഴ്സ് ഹബ്ബും സ്ഥാപിക്കും. വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നു. ഇതിനായി എൽസ്റ്റൺ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ലയങ്ങൾ ഒഴിയണമെന്ന് നിർദ്ദേശം നൽകി. പുനരധിവാസം നടക്കുന്നതിനാൽ ഒഴിയണമെന്നാവശ്യപ്പെട്ടാണ് തൊഴിലാളികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 70 കുടുംബങ്ങളിൽ 15 കുടുംബങ്ങൾക്ക് മാത്രമാണ് നോട്ടീസ് നൽകിയതെന്നാണ് മാനേജ്മെന്റ് വിശദീകരണം. അനുവദിച്ച മുറികൾ 2 ദിവസത്തിനുള്ളിൽ തിരികെ നൽകണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിലെ നദികളിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ എന്തായെന്ന് സർക്കാരിനോട് ഹൈക്കോടതി. അസസ്മെന്റ് കഴിഞ്ഞുവെന്നും നദികളിൽ നിന്ന് അവശിഷ്ടങ്ങൾ നീക്കുന്ന നടപടികൾ മാർച്ചിൽ തുടങ്ങുമെന്നും ജൂണിനു മുമ്പേ പുഴയുടെ ഒഴുക്ക് നേരെയാകുമെന്നാണ് പ്രതീക്ഷയെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മറുപടി നൽകി. ഇതോടെ എല്ലാം പേപ്പറിൽ നടക്കുന്നുണ്ടെന്നും യഥാർത്ഥ വർക്ക് നടത്താനാണ് കഴിയാത്തതെന്നും കോടതി പരിഹസിച്ചു. ആശാവർക്കർമാരുടെ സമരത്തെ പിന്തുണച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സമരക്കാരുടെ ആവശ്യം ന്യായമാണെന്നും അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. PSCയിലെ ശമ്പളം കൂട്ടലിനെയും അദ്ദേഹം വിമർശിച്ചു. മെച്ചപ്പെട്ട സാഹചര്യമുള്ളവർക്ക് സഹായഹസ്തം നീട്ടുമ്പോൾ ആശാവർക്കർമാരെ അവഗണിക്കരുതെന്നും സമൂഹമാധ്യമങ്ങളിലെ ചർച്ച എല്ലാവരും കാണുന്നുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഒല്ലൂർ ജംഗ്ഷൻ വികസനത്തിന്റെ ഭാഗമായി സ്ഥലമേറ്റെടുക്കൽ നടപടികൾ 6 മാസത്തിനകം പൂർത്തിയാക്കണമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ജംഗ്ഷൻ വികസനവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികൾ, റവന്യൂ, KRFB ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, വ്യാപാരി പ്രതിനിധികൾ എന്നിവരുമായി തൃശൂർ രാമനിലയത്തിൽ നടന്ന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ ജാമ്യം തേടി പ്രതി ചെന്താമര കോടതിയെ സമീപിച്ചു. ദൃക്സാക്ഷികളില്ലാത്ത കേസാണിതെന്നും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റെന്നുമാണ് വാദം. പ്രതിയായ തനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ അവസരം വേണമെന്നും ജാമ്യവ്യവസ്ഥകൾ അംഗീകരിക്കാൻ തയ്യാറാണെന്നും ആലത്തൂർ കോടതിയിൽ അഡ്വക്കേറ്റ് ജേക്കബ് മാത്യു മുഖാന്തരം സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതിരപ്പള്ളിയിൽ മസ്തകത്തിന് പരിക്കേറ്റ് അവശനിലയിലായ കൊമ്പൻ ചെരിഞ്ഞു. മയക്കുവെടിവെച്ച് കോടനാട് എത്തിച്ച കൊമ്പന്റെ മസ്തകത്തിലെ ആഴത്തിലുള്ള മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്ക് ബാധിച്ചിരുന്നു.
പരിശോധനയിലും മുറിവിനുള്ളിൽ നിന്ന് പുഴുക്കളെ കണ്ടെത്തിയിരുന്നു. മുറിവിലെ അണുബാധ തുമ്പിക്കൈയിലേക്കു കൂടി പടർന്നതോടെ ശ്വാസമെടുക്കുവാനും ബുദ്ധിമുട്ടിയിരുന്നു. ഇതാണ് മരണകാരണമായത്. കിഫ്ബി റോഡുകളിൽ ടോൾ ഉറപ്പായി. കിഫ്ബിയുടെ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് സർക്കാരിനോട് LDF ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം MN സ്മാരകത്തിൽ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലടക്കം CPI ഇക്കാര്യത്തിൽ ആശങ്ക അറിയിച്ചെങ്കിലും അത് CPM അവഗണിക്കുന്നുവെന്നാണ് ഇടതുമുന്നണി സർക്കുലർ നൽകുന്ന സൂചന. ശശി തരൂരുമായി തുടർ ചർച്ചകളില്ലെന്ന സൂചന നൽകി കോൺഗ്രസ് നേതൃത്വം. LDF സർക്കാരിന്റെ വികസന നയത്തെ പുകഴ്ത്തിയതും മോദി പ്രശംസയും കോൺഗ്രസിലുണ്ടാക്കിയ പൊട്ടിത്തെറിയുടെ സാഹചര്യത്തിൽ ദില്ലിയിൽ കഴിഞ്ഞ ദിവസം ശശി തരൂരും രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ചയിൽ തരൂർ മുൻപോട്ട് വെച്ച ആവശ്യങ്ങളൊന്നും ഹൈക്കമാൻഡ് അംഗീകരിക്കില്ലെന്നാണ് സൂചന. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വൻതോതിൽ വർദ്ധിപ്പിച്ച സർക്കാർ നടപടി റദ്ദാക്കണമെന്ന് AITUC സംസ്ഥാന കൌൺസിൽ. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കെ വർഷം 4 കോടിയുടെ അധിക ബാധ്യതയുണ്ടാക്കുന്ന തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്ന് AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസും ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രനും ആവശ്യപ്പെട്ടു. എലപ്പുള്ളിയിലെ മദ്യശാലയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് BJP. മലമ്പുഴയിലെ വെള്ളം കൃഷിക്കും കുടിവെള്ളത്തിനും മാത്രമേ ഉപയോഗിക്കാവൂവെന്ന ഉത്തരവ് നിലവിലുള്ള കാര്യം കോടതിയെ ധരിപ്പിക്കുമെന്നും പഞ്ചായത്തുകളുടെ അധികാരം കുറയ്ക്കുന്നതും ചോദ്യം ചെയ്യുമെന്നും ഒയാസിസിന് വേണ്ടി പഞ്ചായത്തിന്റെ അധികാരത്തെ കവർന്നെടുക്കുന്നത് ഉൾപ്പെടെ കോടതിയിൽ ചൂണ്ടിക്കാട്ടുമെന്നും BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C കൃഷ്ണകുമാർ അറിയിച്ചു. പാതിവില തട്ടിപ്പ് കേസിൽ കുമളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് ഇടുക്കി ജില്ലാ സെക്രട്ടറിയുമായ ഷീബ സുരേഷിന്റെ വീട് ED സീൽ ചെയ്തു. നിലവിൽ തട്ടിപ്പ് കേസിൽ പ്രതി ചേർത്തിട്ടില്ലെങ്കിലും ഷീബ സുരേഷിനെതിരെ വണ്ടൻമേട് പോലീസിൽ സീഡ് കോർഡിനേറ്റർമാർ പരാതി നൽകിയിട്ടുണ്ട്. 3 കോടിയോളം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി. കൊയിലാണ്ടി ക്ഷേത്രോത്സവത്തിൽ ആന ഇടഞ്ഞ സംഭവത്തിൽ സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. ചട്ടവിരുദ്ധമായി പടക്കം പൊട്ടിച്ചതും ആനകളുടെ കാലിൽ ചങ്ങല ഇല്ലാതിരുന്നതും അപകടത്തിന് വഴിവെച്ചതായാണ് റിപ്പോർട്ടിലുള്ളത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ 6 നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. സംഭവ ദിവസം പീതാംബരൻ എന്ന ആന മദപ്പാടിലായിരുന്നു എന്നും റിപ്പോർട്ടിൽ പറയുന്നു. കൈക്കൂലി കേസിൽ വിജിലൻസിന്റെ റിമാൻഡിലുള്ള എറണാകുളം RTO ജെൻസന്റെ 2 ലോക്കറുകൾ വിജിലൻസ് മരവിപ്പിച്ചു. ജെൻസന്റെ പേരിൽ 4 ലോക്കറുകളും 4 ബാങ്ക് അക്കൌണ്ടുകളുമുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തി. കീഴുദ്യോഗസ്ഥർക്ക് ജെൻസൺ ടാർഗറ്റ് നൽകിയിരുന്നതായും വിജിലൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. സ്വകാര്യ ബസിന് റൂട്ട് പെർമിറ്റ് നൽകാൻ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയിലാണ് വ്യാഴാഴ്ച വിജിലൻസ് സംഘം ജെൻസനെ അറസ്റ്റ് ചെയ്തത്. SFI സംസ്ഥാന കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം. PS സഞ്ജീവാണ് പുതിയ സെക്രട്ടറി. M ശിവപ്രസാദാണ് പ്രസിഡന്റ്. കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് സഞ്ജീവ്. M ശിവപ്രസാദ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയാണ്. SFI സംസ്ഥാന സമ്മേളനം ഇന്ന് അവസാനിക്കും. മോൾക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങണ്ടേ? ഷോപ്പിൽ കൊണ്ടുപോയി ഇഷ്ടമുള്ള വാങ്ങിക്കൊടുക്കാം. അപ്പൊ ഏട്ടൻ വരുന്നുണ്ടോ? ഗിഫ്റ്റ് കാർഡ് വരും. അതെ, ഓരോ ചിട്ടിയിലും ഒരാൾക്ക് 5000 രൂപയുടെ ഗിഫ്റ്റ് കാർഡ് സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലോ പുതുപുത്തൻ ബെൻസ് കാറും. 2ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 എണ്ണം. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്രത്തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. മുഖ്യമന്ത്രി സിദ്ധരാമയ്യരുടേതുൾപ്പെടെ ഉന്നതരുടെ വ്യാജ ഒപ്പ് നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. സർക്കാർ ജോലിയിൽ നിയമനം വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ 32കാരനായ HC വെങ്കടേഷാണ് പിടിയിലായത്. 2 പേരിൽ നിന്നായി 31 ലക്ഷം രൂപയാണ് ഇയാൾ തട്ടിയെടുത്തത്. ഇയാളെ മാണ്ഡ്യ ഈസ്റ്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. തെലങ്കാന മുൻ മുഖ്യമന്ത്രി K ചന്ദ്രശേഖർ റാവുവിനും അദ്ദേഹത്തിന്റെ അനന്തരവനും മുൻ മന്ത്രിയുമായ ഹരീഷ് റാവുവിനും എതിരെ കേസ് നൽകിയ സാമൂഹിക പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. നാഗവല്ലി രാജലിംഗമൂർത്തിയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന മൂർത്തിയെ ഒരു സംഘം കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രതികളിൽ 2 പേരെ തിരിച്ചറിഞ്ഞതായി ഭൂപാലപ്പള്ളി പോലീസ് സൂപ്രണ്ട് പറഞ്ഞു. തെലങ്കാനയിലെ കോഴി ഫാമുകളിൽ അജ്ഞാത രോഗം പടർന്ന് 2500-ലേറെ കോഴികൾ ചത്തുവീണതായി റിപ്പോർട്ട്. തെലങ്കാനയിലെ വനപാർത്തിയിലെ കോഴി ഫാമുകളിലാണ് അജ്ഞാത രോഗം പടർന്നു പിടിച്ചിട്ടുള്ളത്. സംഭവത്തിന് പിന്നാലെ അധികൃതർ കോഴി ഫാമുകളിൽ പരിശോധന ആരംഭിച്ചു. കെട്ടിട നികുതി കുടിശ്ശിക അടയ്ക്കുന്നതിൽ മുടക്കം വരുത്തിയ പഞ്ചനക്ഷത്ര ഹോട്ടൽ താജിനെ പൂട്ടിട്ട് നഗരസഭ. ഹൈദരാബാദിലെ ഐക്കോണിക് ആഡംബര ഹോട്ടലായ താജ് ബഞ്ചാരയാണ് ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ സീൽ ചെയ്തത്. കെട്ടിട നികുതി അടയ്ക്കാത്തതിനെ തുടർന്നാണ് നടപടി.
1.43 കോടി രൂപയാണ് ഹോട്ടൽ അധികൃതർ നഗരസഭയിൽ നികുതിയായി അടയ്ക്കാനുള്ളത്. ദില്ലി മുഖ്യമന്ത്രി രേഖ ഗുപ്ത മുൻ സർക്കാരുകളുടെ എല്ലാ താൽക്കാലിക നിയമനങ്ങളും റദ്ദാക്കി ഉത്തരവിറക്കി. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഓഫീസുകളിലെ നിയമനങ്ങളാണ് റദ്ദാക്കിയത്. വിവിധ കോർപ്പറേഷനുകൾ, ആശുപത്രികൾ, വകുപ്പുകൾ എന്നിവയിലെ ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കി. പുതിയ നിയമനത്തിന് പ്രപ്പോസൽ സമർപ്പിക്കാനും മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ഉണ്ട്. അതോടൊപ്പം ദില്ലി മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്കായി 3 വസതികളുടെ പട്ടിക പൊതുമരാമത്ത് വകുപ്പ് സമർപ്പിച്ചു. സൗദി അറേബ്യയുടെ കറൻസിയായ റിയാലിനെ ഏകീകൃത ചിഹ്നമായി. പുതിയ ചിഹ്നത്തിന് ഭരണാധികാരി സൽമാൻ രാജാവ് അംഗീകാരം നൽകി. പുതിയ ചിഹ്നത്തിന് അംഗീകാരം നൽകുന്നതിന് നേതൃത്വം നൽകിയ സൽമാൻ രാജാവിനും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ അമീർ മുഹമ്മദ് ബിൻ സൽമാനും സൗദി സെൻട്രൽ ബാങ്ക് ഗവർണർ ഐമൻ അൽ സയാരി നന്ദി അറിയിച്ചു. തിരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അമേരിക്ക $21 മില്യൺ ധനസഹായം നൽകിയത് ഇന്ത്യയ്ക്കല്ല, ബംഗ്ലാദേശിനെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ എക്സ്പ്രസാണ് ഇത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിട്ടത്. 2014 സംഘടിപ്പിക്കപ്പെട്ട ബംഗ്ലാദേശിലെ പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് $13.4 മില്യൺ ചെലവഴിക്കപ്പെട്ടത്. അമേരിക്കയെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ ഏത് ഗ്രഹത്തിലും വേട്ടയാടപ്പെടുമെന്ന് മുന്നറിയിപ്പ് നൽകി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ മേധാവി കശ്യപ് പട്ടേൽ. അധികാരമേറ്റതിന് തൊട്ടു പിന്നാലെയായിരുന്നു മുൻ സുരക്ഷാ ഉദ്യോഗസ്ഥനും ഇന്ത്യൻ വംശജനുമായ കാഷ് പട്ടേലിന്റെ പ്രതികരണം. 3ാം ലോക മഹായുദ്ധം അധികം ദൂരെയല്ലെന്ന് മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തന്റെ നേതൃത്വം ഈ യുദ്ധത്തെ തടയുമെന്നും ട്രംപ് അവകാശപ്പെട്ടു. എന്നാൽ മുൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ഭരണം തുടർന്നിരുന്നുവെങ്കിൽ ലോകം ഇതിനകം തന്നെ യുദ്ധസംഘർഷത്തിലാകുമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മിയാമിയിൽ നടന്ന FII ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു ട്രംപ്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.